ശരി, നോക്കിക്കോ. ഇത് ബി കോഡാണ്. ബി കോഡ് കിട്ടിയ ആൾക്കാർക്ക് ആദ്യം ഇത്തിരി പ്രശ്നമായിരുന്നു. കാരണം തുടക്കത്തിലെ ക്വസ്റ്റ്യൻസ് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ബി കോഡ് കിട്ടിയ ആൾക്കാർക്ക്. സയൻസ് എവിടെന്നാ ചോദിച്ചെന്ന് പറഞ്ഞുതരാം. സയൻസ് അങ്ങനെ അത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സയൻസ്. നോക്കാം കുഴപ്പമില്ല, പറഞ്ഞുതരാം. സയൻസ് ഒക്കെ എസ് ആയിട്ട് തന്നെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ OV വിജയന്റെ കൃതികൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാം എന്നാണ് ചോദ്യം. OV വിജയന്റെ കൃതികൾ നല്ല ഒരു നിലവാരമുള്ള ചോദ്യമായിരുന്നു കേട്ടോ. അതായത് കൃതികളൊക്കെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന, നമുക്കിതിനൊരു ടഫ് കാറ്റഗറിയിൽ ഇടാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടഫ് കാറ്റഗറിയിൽ ഇടാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന OV വിജയന്റെ കൃതികൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സാഹിത്യത്തെക്കുറിച്ച് അത്രയ്ക്ക് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എഴുതിയില്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ ആൻസർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്റെ വഴി OV വിജയന്റെ കൃതിയാണ്. അതുപോലെ ഗുരുസാഗരവും OV വിജയന്റെ കൃതിയാണ് കേട്ടോ. ഗുരുസാഗരവും പ്രവാചകന്റെ വഴിയും എന്താണ്? OV വിജയന്റെ കൃതിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ പലർക്കും ഗുരുസാഗരം അറിയാതിട്ടുണ്ടായിരിക്കും. ഗുരുസാഗരം ഡൗട്ടില്ലാതെ അറിയാതിരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കൃതികളിൽ ഡൗട്ട് വന്നു കാണും. ഗുരുസാഗരം ഞാൻ പറഞ്ഞില്ലേ, ഗുരുസാഗരം മാത്രം നിങ്ങൾക്ക് അറിയായിട്ടുണ്ടായിരിക്കും. പക്ഷെ 2 ഓപ്ഷൻ 3 ഓപ്ഷൻ ഉണ്ട്. 2ഉം 4ഉം 1ഉം 2ഉം അതുപോലെ 2ഉം 3ഉം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ടഫ് കാറ്റഗറിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഉഷ്ണമേഖല എന്ന കൃതി എഴുതിയാണെന്നറിയോ? ഉഷ്ണമേഖല എന്ന കൃതി എഴുതിയത് കാക്കനാടനാണ് കേട്ടോ. കാക്കനാടന്റെ നോവലാണ് ഉഷ്ണമേഖല. ഇപ്പൊ പഠിച്ചിരിക്കുക, ഉഷ്ണമേഖല എന്ന നോവൽ എഴുതിയത് കാക്കനാടനാണ്. കാക്കനാടന്റെ നോവലാണ് ഏത് കുട്ടികളെ? ഉഷ്ണമേഖല. കാക്കനാടൻ എഴുതിയ നോവലാണ് ഉഷ്ണമേഖല കേട്ടോ. ഉഷ്ണമേഖല. ഓഹരി എന്ന നോവൽ എഴുതിയിരിക്കുന്നത് KL മോഹനവർമ്മയാണ്. KL മോഹനവർമ്മ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു നോവലാണ് എന്ന് പറയുന്നത് ഓഹരി KL മോഹനവർമ്മ. ഉഷ്ണമേഖല കാക്കനാടൻ. പ്രവാചകന്റെ വഴിയും ഗുരുസാഗരവും ആരാണ് കുട്ടികളെ? അത് OV വിജയന്റെ കൃതികളാണ്. ഉഷ്ണമേഖല കാക്കനാടൻ, ഓഹരി KL മോഹനവർമ്മ. ഓപ്ഷൻ സി ആണ്. ഇത് അധികം ആർക്കും കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓപ്ഷൻ നോക്കിയൊന്നും എഴുതാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത, മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതെന്നാണ് ചോദ്യം. പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം. ഇതും ഞാൻ ടഫ് കാറ്റഗറിയിൽ ഇടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ ഇത് മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതെന്ന് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഈ ചോദ്യം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ശബ്ദചിത്രം ഏതെന്ന് എല്ലാവർക്കും അറിയാം. 1938 പുറത്തിറങ്ങിയ ബാലനാണ് ആദ്യ ശബ്ദചിത്രം. ഓക്കെ അല്ലേ? ബാലനാണ് ശബ്ദചിത്രം. 1938 എസ് നൊട്ടാണിയാണ് സംവിധാനം ചെയ്തത് ബാലൻ. ഇനി നീലക്കുയിലിന്റെ ചോദ്യം അറിയാം. 1954 വെള്ളി മെഡൽ ലഭിച്ച, രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ലഭിച്ച സിനിമയാണ് നീലക്കുയില് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ പറയുന്നിട്ടുണ്ട്. 2 പേര് ചേർന്ന് സംവിധാനം ചെയ്തു. രാമു കാര്യാട്ടും P ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്തു. 1954 രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ലഭിച്ച ആദ്യ മലയാള സിനിമയാണ് നീലക്കുയില്. രാമു കാര്യാട്ടും P ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത ചലച്ചിത്രം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതിൽ ഏതിലാണ് ആദ്യമായി പിന്നണി ഗാനം വന്നതെന്ന് പലർക്കും അറിയത്തില്ല. അത് 1948 പുറത്തിറങ്ങിയ നിർമ്മല എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെടുന്നത്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ടത് 1948 നിർമ്മല എന്ന സിനിമയിലാണ്. ഓക്കെ, PJ ചെറിയാനാണ് സംവിധാനം. കേട്ടോ, PJ ചെറിയാനാണ് സംവിധാനം. നിർമ്മല 1948, സംവിധാനം PJ ചെറിയാനാണ്. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമുക്കത് ടഫ് കാറ്റഗറി തന്നെ ഇടാം. അടുത്തത് ഈസി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളത് ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ഇത് ശരിയാക്കാൻ പറ്റാത്ത ആൾ പിന്നെ എന്ത് പഠിക്കുന്നേ? താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരെല്ലാം എന്നാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് 2 പേർക്ക് മാത്രമേ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അതൊന്ന് മോഹൻലാലിനാണ്. മോഹൻലാലിന് 2023 55-ാമത്തെ പുരസ്കാരം. 2023 55-ാമത്തെ പുരസ്കാരം. മറ്റൊന്ന് രജനീകാന്തിന്
രണ്ടായിരത്തി പത്തൊൻപതിലെ 51ാമത്തെ പുരസ്കാരം. 2 പേർക്ക് ലഭിച്ചിട്ടുള്ളൂ, മോഹൻലാലിനും രജനീകാന്തിനുമാണ്. അപ്പോൾ 1ഉം 4ഉം എന്ന് വരും, ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 4ഉം എന്ന് പറയും, ഓപ്ഷൻ സി ആണ് ആൻസർ. 2019-ലെ 51ാമത്തെ പുരസ്കാരമാണ് രജനീകാന്തിന് കിട്ടിയത്. പക്ഷെ കിട്ടിയ വർഷം 2021 കയ്യിൽ കിട്ടിയത് 2021. ഇപ്പൊ മോഹൻലാലിന് കയ്യിൽ കിട്ടിയത് 2025, പക്ഷെ അത് 2023 പുരസ്കാരമാണ്. 55ാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. രജനീകാന്തിന് കിട്ടുന്നത് 2019 പുരസ്കാരം, 51ാമത്തെ പുരസ്കാരം 2021 കൈ കിട്ടിയത്. ഓക്കെ, രണ്ട് മലയാളികൾക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2 മലയാളികൾക്ക്. ഓക്കെ, 2 ദക്ഷിണേന്ത്യൻ നടന്മാർക്കും 2 മലയാളികൾക്കും കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ മലയാളി നടൻ ആരാ? രണ്ടാമത്തെ മലയാളി നടൻ ആരാണ്? രണ്ടാമത്തെ 2 മലയാളികൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മലയാളി ആരാ? സോറി, ചോദ്യം മാറിപ്പോയി. ആദ്യത്തെ മലയാളി ആരാ? ആദ്യത്തെ മലയാളി ആരാ കുട്ടികൾ? ആദ്യത്തെ മലയാളി 2004 ലഭിച്ച അടൂർ ഗോപാലകൃഷ്ണനാണ്. ആദ്യത്തെ മലയാളി 2004 ലഭിച്ച അടൂർ ഗോപാലകൃഷ്ണൻ. പക്ഷെ അദ്ദേഹം എന്താണ്? അദ്ദേഹം സംവിധായകനാണ് അല്ലേ? അടൂർ ഗോപാലകൃഷ്ണൻ സംവിധായകനാണ് അല്ലേ? 2004 ലഭിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യ മലയാളി, പക്ഷെ അദ്ദേഹം സംവിധായകനാണ്. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ. അടുത്ത 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ? അറ്റൻഡ് ചെയ്തോ? കൺഫ്യൂഷൻ വന്നോ? ആശാ ശോഭന ക്രിക്കറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇയാളുടെ പേര് മാളവിക പ്രസാദ് എന്നായിരിക്കും നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചപ്പോഴും മാളവിക പ്രസാദ് എന്നായിരിക്കും നിങ്ങൾ പലരും കണ്ടിട്ടുള്ളത്. പി മാളവിക എന്ന പേര് വരുമ്പോൾ പെട്ടെന്ന് ഡൗട്ട് വരും. ഓക്കെ, നമ്മൾ മാളവിക പ്രസാദ് എന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ എന്ത് ചെയ്തേനെ കുട്ടികളെ? എഴുതിപ്പോയെന്ന്. മാളവിക പ്രസാദ് എന്നാണ് കൂടുതലും ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ ടഫ് എന്ന് പറയത്തില്ല, ഈസി എന്നും പറയുന്നില്ല, ഞാനൊരു കൺഫ്യൂഷൻ വരാനുള്ള ക്വസ്റ്റ്യൻ ഇടുന്നതാണ് കേട്ടോ. അതായത് എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണത്തില്ല, കുറച്ച് പേരൊക്കെ എഴുതി കാണും. കിട്ടിയ ആൾക്കാർക്ക് ബാക്കിയുള്ളവരൊക്കെ അഡ്വാൻറ്റേജ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാളവിക പ്രസാദ് ആണ്, അല്ലെങ്കിൽ പി മാളവികയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ് ചോദിച്ചത് എന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഈ തനത് നാടക പ്രസ്ഥാനം എന്ന വാക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അല്ലെ, നിങ്ങൾക്ക് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ സംഭവം, ഈ ക്വസ്റ്റ്യൻ പാടി തന്നെയാണ്. മനസ്സിലായ? അല്ലാതെ എനിക്ക് മാത്രം ഈ 20 പേര് ഇരിക്കുന്നതിൽ 19 പേർക്ക് ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം, എനിക്ക് മാത്രം അറിഞ്ഞൂടെ, അങ്ങനെയല്ല. എല്ലാവരും ഇതിന് അന്തം വിട്ട് തന്നെയാണ് ഇരുന്നത്. തനത് നാടക പ്രസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാശ്ചാത്യ നാടകങ്ങളുടെ അതിൻ്റെ ചേരുവകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ തനതായ രീതിയിൽ നാടകങ്ങൾക്ക് രൂപം നൽകുക എന്നതാണ് ഈ പറയുന്ന തനത് നാടക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തനത് നാടക പ്രസ്ഥാനം എന്ന് പറയുന്നത് 1960കളുടെ അവസാനത്തിലാണ് ഈ തനത് നാടക പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ എന്ത് ചെയ്യുന്ന കുട്ടികളെ നിലവിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പുറത്ത് വീഴുന്ന കുട്ടികളെ കണ്ടപ്പോൾ ശ്വാസം വീണ്. എടാ, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത്രയും കാലം പഠിക്കുന്ന നിങ്ങളായാലും പഠിപ്പിക്കുന്ന ഞങ്ങളായാലും ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല. അത് വേറൊരു കാര്യം. ഓക്കെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു തവണ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് അടിച്ച് പിറക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, വേറെ ആരെയും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, 1960കളിലെ അവസാനത്തിലാണ് ഓക്കെ 1960കളുടെ അവസാനത്തിലാണ് ഈ തനത് നാടക പ്രസ്ഥാനം എന്ത് ചെയ്തത് കുട്ടികളെ ഇവിടെ ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് CN ശ്രീകണ്ഠൻ നായർ. ആരാ കുട്ടികളെ? CN ശ്രീകണ്ഠൻ നായർ കേട്ടോ. ആ പേരൊന്ന് ഓർത്തോണം. CN ശ്രീകണ്ഠൻ നായരാണ് അതിലൊരു വ്യക്തി. നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് CN ശ്രീകണ്ഠൻ നായർ. തനത് നാടക പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ തനത് നാടകവേദി എന്ന ലേഖനത്തിലൂടെ
പ്രസ്ഥാനത്തിന്റെ സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യക്തിയാണ് CN ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം 1968 ഒരു ലേഖനം അവതരിപ്പിക്കുകയുണ്ടായി. 1968 ഒരു ലേഖനം അവതരിപ്പിക്കുകയുണ്ടായി. അതിന്റെ പേര് തനത് നാടകവേദി. തനത് നാടകവേദി എന്ന് പേരുള്ള ഒരു ലേഖനം എന്ത് ചെയ്തു? അവതരിപ്പിക്കുകയുണ്ടായി. ആര്? CN ശ്രീകണ്ഠൻ നായർ തനത് നാടകവേദി എന്നൊരു ലേഖനം 1968 അവതരിപ്പിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ അതിലാണ് ഈ തനത് നാടക പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ കലി എന്ന നാടകം എഴുതിയിരിക്കുന്നത്. അപ്പം കലി എന്ന നാടകം തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഒന്ന് ഉൾപ്പെടുന്നുണ്ട്. കലി എന്ന നാടകം എഴുതിയിരിക്കുന്നത് CN ശ്രീകണ്ഠൻ നായരാണ്. കലി എന്ന നാടകം എഴുതിയിരിക്കുന്നത് CN ശ്രീകണ്ഠൻ നായരാണ്. കലി എന്ന നാടകം എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന് ശേഷം ഈ പറയുന്ന തനത് നാടക പ്രസ്ഥാനത്തിന്റെ ആ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തികളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാവാലം നാരായണ പണിക്കർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാവാലം നാരായണ പണിക്കർ എന്ന പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാവാലം നാരായണ പണിക്കറാണ് എന്ത് ചെയ്യുന്നത്? കാവാലം നാരായണ പണിക്കറാണ് ഇദ്ദേഹത്തിന് ശേഷം ആ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ജി ശങ്കരപ്പിള്ള എന്ന വ്യക്തി ഉണ്ടായിരുന്നു. എം ഗോവിന്ദൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. എം ഗോവിന്ദൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. പിന്നെ അയ്യപ്പ പണിക്കർ. അപ്പൊ ഇവരെല്ലാം തനത് നാടക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ്. ഓക്കെ, CN ശ്രീകണ്ഠൻ നായർ, കാവാലം നാരായണ പണിക്കർ, ജി ശങ്കരപ്പിള്ള, എം ഗോവിന്ദൻ, പ്രൊഫസർ അയ്യപ്പ പണിക്കർ. ഓക്കെ അല്ലേ? ഇതില് കാവാലം നാരായണ പണിക്കരുടെ നാടകമാണ് ദൈവത്താർ. ആരാ കുട്ടികളെ? ദൈവത്താർ കാവാലം നാരായണ പണിക്കരുടെ നാടകമാണ്. ഓക്കെ, കാവാലം നാരായണ പണിക്കറാണ് ദൈവത്താർ എന്ന് പറയുന്ന നാടകം എഴുതിയത്. ഓക്കെ, അവനവൻ കടമ്പ എന്ന നാടകം എഴുതിയതും ആരാണ് കുട്ടികളെ? കാവാലം നാരായണ പണിക്കറാണ്. അവനവൻ കടമ്പ എന്ന നാടകം എഴുതിയതും കാവാലം നാരായണ പണിക്കറാണ്. അപ്പൊ ഈ പറയുന്ന 3 നാടകങ്ങൾ, കലി, ദൈവത്താർ, അവനവൻ കടമ്പ എന്നീ നാടകങ്ങളാണ് തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ കേട്ടോ. ഓക്കെ അല്ലേ? കലി, ദൈവത്താർ, അവനവൻ കടമ്പ. കലി എഴുതിയത് CN ശ്രീകണ്ഠൻ നായർ, ദൈവത്താർ എഴുതിയത് കാവാലം നാരായണ പണിക്കർ, അവനവൻ കടമ്പ എഴുതിയത് ആരാ കുട്ടികളെ? അതും കാവാലം നാരായണ പണിക്കർ. അപ്പോൾ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ സി. കന്യക എന്ന നാടകം എഴുതിയത്, കന്യക എന്ന് പറഞ്ഞ ഒരു റിയലിസ്റ്റിക് നാടകമാണ്. മലയാളത്തിലെ പ്രശസ്തമായ റിയലിസ്റ്റിക് നാടകമാണ്. ഓക്കെ, അത് എഴുതിയത് N കൃഷ്ണപിള്ളയാണ്. കന്യക എന്ന നാടകം എഴുതിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് N കൃഷ്ണപിള്ളയാണ്. കന്യക എന്ന നാടകം എഴുതിയത് N കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് തനത് നാടക പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. 1960കളുടെ അവസാനത്തിൽ പാശ്ചാത്യ നാടകങ്ങളിൽ നിന്നുള്ള ചേരുവകൾ ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ സ്വന്തമായിട്ടുള്ള നാടക ശൈലി കൊണ്ടുവരണം എന്ന ആശയമാണ് തനത് നാടക പ്രസ്ഥാനം കൊണ്ടുവരാനുള്ള കാരണം. അപ്പൊ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ഒന്ന് CN ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം 1968 തനത് നാടകവേദി എന്ന് പറയുന്ന ഒരു ലേഖനം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അതിലൂടെ തനത് നാടക പ്രസ്ഥാനം എങ്ങനെ ആയിരിക്കണം എന്ന് അഭിപ്രായപ്പെടുകയും തുടർന്ന് കാവാലം നാരായണ പണിക്കർ, ജി ശങ്കരപ്പിള്ള, എം ഗോവിന്ദൻ, പ്രൊഫസർ അയ്യപ്പ പണിക്കർ എന്നിവർ എന്ത് ചെയ്തു? തനത് നാടക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. കലി എന്ന നാടകം എഴുതിയിരിക്കുന്നത് CN ശ്രീകണ്ഠൻ നായരാണ്. ദൈവത്താർ എന്ന നാടകം കാവാലം നാരായണ പണിക്കർ, അവനവൻ കടമ്പ കാവാലം നാരായണ പണിക്കർ. ഈ പറഞ്ഞ നാടകങ്ങളെല്ലാം തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങളാണ്. കന്യക എന്ന റിയലിസ്റ്റിക് നാടകം എഴുതിയിരിക്കുന്നത് N കൃഷ്ണപിള്ളയാണ്. കന്യക എന്ന റിയലിസ്റ്റിക് നാടകം എഴുതിയിരിക്കുന്നത്. ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിക്കാം. അത് അധികം ആരും കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് മാത്രമല്ല. ഓക്കെ, നിങ്ങൾക്ക് മാത്രമല്ല. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതി. നമ്മളിന്ന് രാവിലത്തെ സെഷനിൽ കൂടെ പറഞ്ഞതാണ് സ്നേഹപൂർവം പദ്ധതി. എല്ലാവർക്കും അറിയായിരിക്കും. മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ 2 പേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്ന സ്നേഹപൂർവം പദ്ധതി അല്ലേ? മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ 2 പേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് കുട്ടികളെ.
ഓക്കെ, സ്നേഹപൂർവ്വം പദ്ധതി. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിമൻഷ്യ, ഓർമ്മക്കുറവ് ജീവിതശൈലി അല്ല, നിങ്ങൾക്കറിയാം. അക്രോമെഗലി ഒരിക്കലും ഒരു ജീവിതശൈലി രോഗമല്ല. അക്രോമെഗലി എന്താ കുട്ടികളെ? അക്രോമെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോമെഗലി എന്താണ്? അക്രോമെഗലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീര വളർച്ചാ കാലഘട്ടത്തിന് ശേഷം, അതായത് നമ്മുടെ ശരീര വളർച്ചയൊക്കെ നിലയ്ക്കേണ്ട കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അനിയന്ത്രിതമായ ഉൽപാദനം, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അനിയന്ത്രിതമായ ഉൽപാദനം നടക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന രോഗമാണ് അക്രോമെഗലി. എന്താ കുട്ടികളെ? അക്രോമെഗലി. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പം അത് വരത്തില്ല, രണ്ടാമത്തെ വരത്തില്ല. പിന്നെ ഒബിസിറ്റി എല്ലാവർക്കും അറിയാം. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടിയാണ്. ആൻസർ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 3 ഓപ്ഷൻ ഉള്ളത് നോക്കിയാൽ മതി. ഇപ്പൊ 3 ഉള്ളത് ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. പക്ഷെ ഇവിടെ അക്രോമെഗലി വരുന്നത് കൊണ്ട് ഇതല്ല ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി ആണ് ആൻസർ. അപ്പൊ ഇത് രണ്ടും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതും ഈസിയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട സാധനമില്ല. ഒബിസിറ്റി ഉള്ള ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഒബിസിറ്റി 3-ലും ബിയിലും സിയിലുമാണ് ഉള്ളത്. സിയിലുള്ളത് അക്രോമെഗലിയുടെ വരണമുണ്ട്. അക്രോമെഗലി എടുക്കേണ്ട ആവശ്യമില്ല. അത് ജീവിതശൈലി രോഗമല്ല, അത് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രോഗമാണ്. ഓക്കെ, ഈ അഡിസൺസ് ഡിസീസ് എന്തെന്നറിയോ? കുട്ടികളെ? അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിനെ ബാധിക്കുന്ന, അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അഡ്രീനൽ ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണ് അഡിസൺസ് ഡിസീസ്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അഡ്രീനൽ ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന അഡിസൺസ് ഡിസീസ്. നിങ്ങൾ ടി അഡിസൺ എന്ന് കേട്ടിട്ടുണ്ടോ? ടി അഡിസൺ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടി അഡിസൺ എന്ന പേര്. ഹുയിസ് ടി അഡിസൺ? ടി അഡിസൺ ആരാ? ടി അഡിസൺ ആരാണ്? ടി അഡിസൺ ആരാ കുട്ടികളെ? ടി അഡിസൺ ആരാണ്? നിങ്ങൾ എൻഡോക്രൈനോളജി എന്ന് കേട്ടിട്ടുണ്ടോ പിള്ളേരെ? എൻഡോക്രൈനോളജി എന്ന് കേട്ടിട്ടുണ്ടോ? എന്തുവാ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്? ടി അഡിസൺ, തോമസ് അഡിസൺ, അത് കറക്റ്റാണ്. എന്താണ് എൻഡോക്രൈനോളജി? വാട്ട് ഈസ് എൻഡോക്രൈനോളജി? പിള്ളേരെ, നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികളുണ്ടല്ലോ, അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം, അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. ഓക്കെ, അന്തസ്രാവി ഗ്രന്ഥികൾ, ഹോർമോണുകൾ, അതൊക്കെ ഉൾപ്പെടുന്ന സിസ്റ്റത്തെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. ആ എൻഡോക്രൈനോളജിയുടെ പിതാവാണ് ടി അഡിസൺ അല്ലെങ്കിൽ തോമസ് അഡിസൺ. കേട്ടോ, ഓർത്തിരിക്കുക. ഫാദർ ഓഫ് എൻഡോക്രൈനോളജി, അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന്റെ പിതാവാണ് ടി അഡിസൺ അല്ലെങ്കിൽ തോമസ് അഡിസൺ. ഓർത്തിരിക്കുക. അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രീനൽ ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഒരു സ്വയം പ്രതിരോധം കാരണം ഉണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് ഡിസീസ് എന്ന് ഓർത്തിരിക്കുക. പുതിയ ഓപ്ഷൻ ആണ്, പുതിയ പേരാണ്, ഓർത്തിരിക്കണം, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഈസി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഇനി അത് ചലഞ്ച് ചെയ്താലും ശരി, അത് ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ ഏതാണ്? കാരണം ഈ ജീവിതശൈലി ഒബിസിറ്റി, ഞാൻ എന്നെ വെച്ച് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒബിസിറ്റി ആണ്, എനിക്ക് ജീവിതശൈലി ഡിസീസ് അല്ല, ഒബിസിറ്റി ഉള്ള ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. കാരണം ഇത് എത്രത്തോളം ആൾക്കാർക്ക് ഇത് അറിയണമെന്നില്ല. SCRT ബേസ് ചെയ്ത് വന്നിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? സോഡിയവും അതുപോലെ പൊട്ടാസ്യവും. എന്താ കുട്ടികളെ? സോഡിയവും പൊട്ടാസ്യവുമാണ് കേട്ടോ. സോഡിയവും പൊട്ടാസ്യവുമാണ് ഇവിടെ 1, 3. സോഡിയം അയോണുകളും പൊട്ടാസ്യം അയോണുകൾ, കാൽസ്യം അയോണുകൾ. ഓക്കെ, സോഡിയം അയോണുകൾ, പൊട്ടാസ്യം അയോണുകൾ, കാൽസ്യം അയോണുകൾ എന്നിവയാണ് ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ഒരിക്കലും നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പറയാൻ പറ്റത്തില്ല. ഇത് കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷനൊക്കെ നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. ഓക്കെ, ക്ലിയർ ആണ്. അതുകൊണ്ട് നമുക്ക് ടഫ് കാറ്റഗറി ഇടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്ലിയർ ആണേ? മനസ്സിലായോ? ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ, പ്രധാന അയോണുകൾ ഏതൊക്കെയാണ്? സോഡിയം അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, അതുപോലെ തന്നെ
നമ്മുടെ കാൽസ്യം അയോൺസ് എന്നിവയാണ് ഒരു നാഡീകോശത്തിലൂടെ അവയവങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ. ഓക്കെ, സ്കിപ്പ് വന്ന് കാണും. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമുക്ക് ടഫ് കാറ്റഗറി ഇടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു പലരും ഇത് ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ബയോളജി പരമായിട്ട് നല്ല അറിവുള്ള പ്ലസ് 1 പ്ലസ് 2 ഈ പറയുന്ന സുവോളജി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഹ്യൂമൻ അനാട്ടമി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. PSC നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് ഒഴിവാക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അതായത് ട്രൂ റിബ്സ് നമുക്കറിയാം, നമുക്ക് 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത് അല്ലേ? 12 പേഴ്സ് ആണ് നമുക്കുള്ള വാരിയെല്ലുകൾ. ആ വാരിയെല്ലുകളുടെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു ബോണുണ്ട്. ആ ബോണിന്റെ പേരെന്താണ്? നമ്മുടെ ഈ നടുക്ക് വരുന്ന മാറലിന്റെ പേരെന്താ കുട്ടികളെ? മാറലിന്റെ പേരെന്താണ്? മാറലിനെ നമ്മൾ സ്റ്റേണം എന്ന് പറയും അല്ലേ? സ്റ്റേണം എന്ന് പറയും അല്ലേ? സ്റ്റേണം എന്ന് പറയും കുട്ടികളെ. സ്റ്റേണം എന്ന് പറയും. ഓക്കെ, സ്റ്റേണം എന്ന് പറയും. ഈ സ്റ്റേണത്തിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റേണത്തിൽ നിന്ന് ഒറിജിൻ ആയിരിക്കുന്ന വാരിയെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് 1 മുതൽ 7 വരെയുള്ള വാരിയെല്ലുകളാണ്. 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകളാണ്. 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകളാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഈ പറയുന്ന സ്റ്റേണത്തിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ആയിരിക്കുന്ന ട്രൂ റിബ്സ് എന്നറിയപ്പെടുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: മാറലിലേക്ക് നേരിട്ട് ബന്ധിച്ചിരിക്കുന്ന വാരിയെല്ലുകളാണ് ട്രൂ റിബ്സ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടഫ് കാറ്റഗറി ഇടേണ്ടി വരും. ആരെങ്കിലും ശരിയാക്കിയോ? ശരിയാക്കിയോടാ? ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്കിപ്പ് ചെയ്തു. സ്കിപ്പാണ്, മെജോറിറ്റി ആൾക്കാരും സ്കിപ്പാണ്, എഴുതിയില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞ ടഫ് ക്വസ്റ്റ്യൻ ആണത്. അടുത്ത, മനുഷ്യ നേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത്. നമ്മുടെ കണ്ണില് ഇങ്ങനത്തെ 2 സ്പോട്ടുകളുണ്ട്. ഒന്ന് പീതബിന്ദു, ഒന്ന് അന്ധബിന്ദു. നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗം പീതബിന്ദുവും ഏറ്റവും കുറവ് കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗം അന്ധബിന്ദുവാണ്. ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്നത് പീതബിന്ദുവിലാണ്, ഏറ്റവും കുറവ് കാഴ്ച അനുഭവപ്പെടുന്നത് അന്ധബിന്ദുവിലാണ്. എവിടെയാണോ നമുക്ക് കോൺ കോശങ്ങൾ കൂടുതലുള്ള ഭാഗത്തായിരിക്കും നമുക്ക് കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്നത്. കാരണം നിറങ്ങളെ തിരിച്ചറിയാനും തെളിഞ്ഞ പ്രകാശത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതും എല്ലാം കോൺ കോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ പീതബിന്ദുവിൽ കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ കാണപ്പെടുന്നില്ല. ഇതാണ് ആൻസർ. ഓപ്ഷൻ, അതായത് രണ്ടാമത്തത് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ബി വരും. ഓക്കെ, ക്ലിയർ ആണ്. ഇതും നമ്മൾ മുകളിൽ പറഞ്ഞതൊക്കെ തന്നെ. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഐഡിയ വെച്ച് എഴുതും. ഓക്കെ, ഇത് ശരിയാക്കിയ ആൾക്കാർ ഉണ്ടാകും. ഇത് ശരിയാക്കി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല. ഇത് ശരിയാക്കി ആരൊക്കെ ഉണ്ടോ? കിട്ടി. നമ്മുടെ കണ്ണില് 2 തരം സ്പോട്ടുകളുണ്ട്. ഒന്ന് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, മറ്റൊന്ന് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. ഈ പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗമാണ്, കണ്ണിൽ ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. കാഴ്ച ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്, ഈ പറയുന്ന അന്ധബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പീതബിന്ദുവിന്റെ പ്രത്യേകതയാണ് കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ബ്ലൈൻഡ് സ്പോട്ടിന്റെ അല്ലെങ്കിൽ അന്ധബിന്ദുവിന്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത്. റോഡ് കോശങ്ങൾ വളരെ കൂടുതലാണ്, കോൺ കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. ഇത് അന്ധബിന്ദുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിന്റെ പ്രത്യേകതയാണ് ഈ കിടക്കുന്നത്. റോഡ് കോശങ്ങൾ വളരെ കൂടുതലാണ്, കോൺ കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണെന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ. അതായത് കുറെ ആൾക്കാർ ശരിയാക്കും, കുറെ ആൾക്കാർ ശരിയാക്കത്തില്ല എന്നുള്ളൊരു കാറ്റഗറി ഇടാം. ടഫ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം
അത്യാവശ്യമൊക്കെ വായിച്ച് ഈ അന്തബിന്ദു പീതബിന്ദു ഒക്കെ അറിയാമെങ്കിൽ കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളൊക്കെ ഐഡിയ വെച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്, ലോജിക്കലി ചിന്തിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരെന്നാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. പറയാവോ? മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ആരംഭിച്ചത് ആരെന്നാണ് ചോദ്യം. എന്തായാലും ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് മഹത്തായ കുതിച്ചുചാട്ടം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയും. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയും. ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് 1968 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് 1968 നമ്മുടെ മാവോസെ തുങ് അവതരിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മഹത്തായ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നത്. മാവോസെ തുങ് അവതരിപ്പിക്കുന്നതാണ് മഹത്തായ കുതിച്ചുചാട്ടം. ഓക്കെ അല്ലേ? വേറൊന്നുമില്ല, ചൈനയെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു വ്യാവസായിക സമൂഹമാക്കി മാറ്റുക എന്നതാണ് മഹത്തായ കുതിച്ചുചാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൈനയെ എങ്ങനെ മാറ്റണം? കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വ്യാവസായിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് എന്ത് കുട്ടികളെ ഈ മഹത്തായ കുതിച്ചുചാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് അവതരിപ്പിക്കുന്നത് 1968 മാവോസെ തുങ് ആണ് അവതരിപ്പിക്കുന്നത്. സന്യാസൻ ചിയാങ് കൈഷക്ക്, മാവോസെ തുങ്, പിന്നെ ഈ പറയുന്ന ഡെങ് സിയാവോ പിങ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ്. ഓക്കെ അല്ലേ? കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ കുട്ടികളെ? എഴുതിയോ നിങ്ങൾ? കറക്കി കുത്തിയെങ്കിലും കിട്ടിയില്ല, സ്കിപ്പായിരുന്നു. കിട്ടിയ ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. ഞാൻ എന്തായാലും ടഫ് ക്വസ്റ്റ്യൻ ഇടുന്നില്ല, കാരണം അത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, കറക്കി കുത്തേണ്ടി വരും ചില ക്വസ്റ്റ്യൻസ്. സന്യാസം പഠിക്കുമ്പോൾ നമ്മൾ സന്യാസന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളത് പഠിക്കുന്നില്ല. ചിയാങ് കൈഷക്കും നമ്മളും പഠിക്കുന്നില്ല. മാവോസെ തുങ്ങാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രസിഡന്റ് ആയിട്ടൊക്കെ നിയമിക്കപ്പെട്ട മാവോസെ തുങ്ങാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. എന്തായാലും ഈസി ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ബാക്കി ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നോ, ഇതിപ്പോ സ്ഥിരം ചോദിക്കുന്നുണ്ട്. റിലീഫ് ഓഫ് ലക്നോവും അതുപോലെ ഇൻ മെമ്മോറിയവും ആരാ കുട്ടിയില്ല? റിലീഫ് ഓഫ് ലക്നോ ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ ആണ് അല്ലേ? തോമസ് ജോൺസ് ബാർക്കർ ആണ്. അത് നോക്കാനോ കേട്ടോ, നോക്കാം. തോമസ് ജോൺസ് ബാർക്കർ ആണ് കേട്ടോ. തോമസ് ജോൺസ് ബാർക്കർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ജോസഫ് നോയൽ പാറ്റൺ നിങ്ങൾക്കറിയാം, ഇൻ മെമ്മോറിയം ആണ് ജോസഫ് നോയൽ പാറ്റന്റെ ചിത്രം. ഇൻ മെമ്മോറിയം ആണ്. ഇത് ഈസി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയത്തുള്ളൂ, കാരണം നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല, ഡയറക്റ്റ് ഭരണം നടത്തിയത്. ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. മലബാർ ആണ് അല്ലേ? മലബാറിലാണ് ബ്രിട്ടീഷുകാരൻ നേരിട്ട് ഭരണം നടത്തിയത്. മലബാറിലാണ്. കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റ് ഭരണമാണ് നടത്തിയെന്നും പഠിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ അല്ലേ? മലബാറിലാണ് നേരിട്ട് ഭരണം നടത്തുന്നത്, കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റ് ഭരണമാണ് നടത്തിയത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കുട്ടികളെ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് ആരെന്നാണ് ചോദ്യം. നിങ്ങൾ എഴുതിയോ ഇല്ലേ? ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുഹമ്മദ് അലി ജിന്ന. തയ്യാറാക്കിയത് ആരെന്നറിയോ പിള്ളേരെ? ആരാണ് തയ്യാറാക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ
സിക്കന്ദർ ഹയാത്ത് ഖാനാണ്. സിക്കന്ദർ ഹയാത്ത് ഖാനാണ് ആൻസർ ആയിട്ട്. സിക്കന്ദർ ഹയാത്ത് ഖാൻ. ഓക്കെ. പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് 1940 പാകിസ്ഥാൻ പ്രമേയം അല്ലെങ്കിൽ ലാഹോർ പ്രമേയം തയ്യാറാക്കിയത് സിക്കന്ദർ ഹയാത്ത് ഖാനാണ്. ടഫ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം പലരും മുഹമ്മദ് അലി ജിന്ന എഴുതാൻ ചാൻസ് ഉണ്ട്. മുഹമ്മദ് അലി ജിന്ന എഴുതാൻ ചാൻസ് ഉണ്ട്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഓർത്തിട്ട് എന്താണ് കുട്ടികളെ ഈ പറയുന്ന മുഹമ്മദ് അലി ജിന്ന എഴുതി തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ 2 നേഷൻ തിയറിയാണ് മുഹമ്മദ് അലി ജിന്ന എഴുതിയിട്ടുള്ളത്, ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവിടെ സിക്കന്ദർ ഹയാത്ത് ഖാനാണ് ആൻസർ വരുന്നത്. സിക്കന്ദർ ഹയാത്ത് ഖാനാണ് ആൻസർ വരുന്നത് കേട്ടോ. പാകിസ്ഥാൻ നെഗറ്റീവ് ആയി കാണും. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തോന്നി നെഗറ്റീവ് ആയി കാണുമെന്ന്. ഓക്കെ, നോക്കിയോ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏത് വർഷമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? റഹ്മത്ത് അലി എഴുതിയ 1921. ഇത് ഞാൻ ഈസി എന്നേ പറയുള്ളൂ. കാരണം ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ള വർഷങ്ങൾ നമ്മൾ ഒരുപാട് തവണ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 11, 21, 1900, 49, 66 എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വയ്ക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ ഉയരുമെന്നാണ് ചോദ്യം. എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ കാപ്പിലറി ട്യൂബിന്റെ വ്യാസം കാപ്പിലാരിറ്റിയുമായിട്ട് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വ്യാസം കുറയുമ്പോൾ കാപ്പിലാരിറ്റി എന്ത് ചെയ്യും കുട്ടികളെ? കൂടും. വ്യാസം കുറയുന്നതിനനുസരിച്ച് കാപ്പിലാരിറ്റി കൂടും. ഇവിടെ വ്യാസം പകുതിയാക്കുന്നു എന്നാണ് പറയുന്നത്. വ്യാസം പകുതിയാക്കുമ്പോൾ എന്താണ് കുട്ടികളെ? കാപ്പിലാരിറ്റി ഇരട്ടിയാകും. ഇപ്പൊ 4 സെന്റിമീറ്റർ ഉയർന്നത് എന്ത് ചെയ്യും? 8 സെന്റിമീറ്റർ ആയി മാറും. ഓപ്ഷൻ എ ആണ് ആൻസർ. പക്ഷെ എല്ലാവരും ഒന്നും എഴുതി കാണത്തില്ല. ഓക്കെ. എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റ് ഡൗട്ട് വരും. 8 ആണോ 12 ആണോ ഇനി കുറയോ? നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം ഇത് എളുപ്പമാണ്, ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറയാം. എക്സാം ഹാളിലെ പ്രഷർ ചിന്തിക്കണം. എക്സാം ഹാളിൽ നമ്മൾ കാരണം ഇത്രയും കുറെ ക്വസ്റ്റ്യനൊക്കെ വട്ട് ക്വസ്റ്റ്യൻ കയറി വന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ. കിട്ടാത്തവരുണ്ടോ? ഒന്നും പറയുന്നില്ല. കിട്ടിയില്ല. കിട്ടിയെങ്കിൽ നല്ല കാര്യം. കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കേട്ടോ. എഴുതിയില്ല, സ്കിപ്പ് ചെയ്തു. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ എന്തെന്നാണ് ചോദ്യം. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ എന്തെന്നാണ് ചോദ്യം. രൂപാന്തരങ്ങൾ അല്ലേ, നമ്മളത് പഠിക്കുന്നുണ്ട്. ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഒക്കെ കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ പലതവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കാർബണിന്റെ രൂപാന്തരങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ക്ലിയർ ആണേ. അടുത്ത സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണേ, അതായത് നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം. ഓക്കെ. സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും, അതായത് STP-യില് ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും അല്ലെ? 22.4 ലിറ്റർ ആയിരിക്കും അല്ലെ? STP-യിലെ ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് 67.2 തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 67.2 നമ്മൾ 22/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 22/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? 3 എന്ന് കിട്ടും. ആ മൂന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായിട്ട് 3 നിങ്ങൾ 6.022 × 10⁻23 കൊണ്ട് ഗുണിക്കണം. 3 × 6.022 × 10⁻23 ഓപ്ഷൻ ഡി ആണ്. 18.066 × 10⁻23. ഓക്കെ അല്ലേ? ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കിട്ടേണ്ടതാണ്.
പക്ഷെ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന്. കിട്ടിയോടെ ഇത് കിട്ടിയോടെ ആരൊക്കെ ഉണ്ട് പറഞ്ഞേ, ശരിയാക്കിയവര് 18 പോയിന്റ്. ആര്യ മെസ്സി ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കിപ്പ് വന്നു, സ്കിപ്പ് വന്നു. കിട്ടി. കൂടുതൽ സ്കിപ്പാണ്. നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കേട്ടോ. അതിൽ വരുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം 22.4 ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങൾ ഈ 22.4 എന്ന സംഖ്യ ഓർത്ത് വെച്ചോണേ. ഇങ്ങനെ തരുന്ന സംഖ്യ 22.4ന്റെ ഗുണിതങ്ങളാണോ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ചെയ്യാനുള്ളതെന്ന്. ഇങ്ങനെ വരുന്ന സംഖ്യകൾ 22.4ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. 22.4 ഓർത്തിരിക്കുക. അടുത്ത സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു ഇവിടെ പട്ടികയുടെ ആവശ്യം ഇല്ല. മർദ്ദവും വ്യാപ്തവും വരുന്ന വാതക നിയമം ഏതാ? നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അതായത് മർദ്ദിച്ചു, ബോയിൽസ് അല്ലേ? ബോയ്സ് തമ്മിലാണ് മർദ്ദനം നടക്കുന്നത്. ബോയിൽസ് അല്ലേ? ഓക്കെ, മർദ്ദവും വ്യാപ്തവും ഏതാണ് കുട്ടിയല്ലേ? മർദ്ദവും വ്യാപ്തവും ഏതാണ്? ബോയിൽസ് ലോ ആണ്. മർദ്ദവും വ്യാപ്തവും ബോയിൽസ് ലോ ആണ്. ഓക്കെ, അതുപോലെ താപനില വ്യാപ്തം ഏതാണ് കുട്ടികളെ? ചാൾസ് ആണ്. താപനില വ്യാപ്തം ചാൾസ് ആണ്. ഓക്കെ, തന്മാത്രകളുടെ എണ്ണം വ്യാപ്തം ഏതാ? അവഗാഡ്രോ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, താപനില വ്യാപ്തം ചാൾസ് ചാള നല്ല താപനിലയിൽ നമ്മൾ ചുട്ട് തിന്നുമെന്നൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാള നല്ല താപനിലയിൽ നമ്മൾ ചുട്ട് തിന്നും. ബോയ്സ് തമ്മിൽ മർദ്ദനം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് കുട്ടികളെ? മർദ്ദം കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം കുറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഏത് വാതക നിയമം എന്നിട്ട് ബോയിൽസ് നിയമമാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഈസി കാറ്റഗറിയിൽ ഇടുന്നു. ശരിയാക്കിയോ നിങ്ങൾ? ശരിയാക്കിയോ? പറ, ശരിയാക്കിയവരൊക്കെ ഉണ്ട് പറഞ്ഞേ. ശരിയാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? അമ്ലമഴയുടെ പി എച്ച് നോർമൽ മഴയ്ക്ക് തന്നെ നമുക്ക് 5.5 ഒക്കെയാണ് അതിന്റെ പി എച്ച് വരുന്നത്. 5.5+ ഒക്കെയാണ് അതിന്റെ പി എച്ച് വരുന്നത്. അപ്പൊ അമ്ലമഴ എന്ന് വെച്ചാൽ അതിനേക്കാളും എന്താണ് കുട്ടികളെ? നോർമൽ മഴ എന്ന് പറഞ്ഞാൽ 5.5 ഒക്കെയാണ് അതിന്റെ പി എച്ച് വരുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കണം. 5.5 ഒക്കെയാണ് അതിന്റെ പി എച്ച് വരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അമ്ലമഴ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറവായിരിക്കും ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4നും 5നും ഇടയിൽ. ഓപ്ഷൻ വെച്ച് കിട്ടും, ഓപ്ഷൻ ആലോചിച്ചാൽ കിട്ടും. സാധാരണ മഴയുടെ പി എച്ച് എത്രയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? 5.5 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അമ്ലമഴയുടെ പി എച്ച് എന്ന് പറയുമ്പോൾ അതിനേക്കാളും താഴെയല്ലേ നിൽക്കത്തുള്ളൂ. അപ്പൊ 4നും 5നും ഇടയിൽ എന്നതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എന്തെടുക്കാം? ഈസി ക്വസ്റ്റ്യൻ. അടുത്ത, താഴെ തന്നിരിക്കുന്നതിൽ ഒപ്പക്ക് അംഗരാജ്യമല്ലാത്തത് ഏതാണ്? സിമ്പിളായിട്ട് ആലോചിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അമേരിക്ക ഒപ്പക്ക് രാജ്യമല്ല എന്നുള്ള കാര്യം. അമേരിക്ക ഒപ്പക്ക് രാജ്യമല്ല. ഈ പറയുന്ന ഗൾഫ് കൺട്രീസും കുറച്ച് ആഫ്രിക്കൻ കൺട്രീസുമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒപ്പക്ക് രാജ്യങ്ങളായി വരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങൾ എഴുതിയോ ഇല്ലയോ? ഒപ്പക്ക് രാജ്യങ്ങളിൽ അമേരിക്ക ഇല്ല എന്നുള്ള കാര്യം ഓക്കെ എഴുതിയോ ഇല്ലയോ? കിട്ടി? അറിയില്ലായിരുന്നു. ഓക്കെ, കിട്ടിയില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ അമേരിക്ക, ഈ ഗൾഫ് കൺട്രീസും അതുപോലെ കുറച്ച് ആഫ്രിക്കൻ കൺട്രീസുമാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഗൾഫ് കൺട്രീസും കുറച്ച് ആഫ്രിക്കൻ കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒപ്പക്ക് എന്ന് വെച്ചാൽ എന്താണ്?
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് എന്തെന്ന് പറയുന്നത്, ഒപ്പക് എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്പക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരിക്കലും അമേരിക്ക ഒരു അംഗരാജ്യമല്ല, എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമല്ല അമേരിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ കാറ്റഗറി വരുന്ന ഒരു രാജ്യമല്ല അമേരിക്ക. ഓക്കെ, ഞാൻ എളുപ്പമൊന്നും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, ഇത് ഡൗട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ എഴുതാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അകാല്, ത്രികാല്, ജൽകാല് എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അകാല്, ത്രികാല്, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. പിള്ളേരെ ഇതില് കിട്ടിയോ ആർക്കെങ്കിലും? അകാല്, ത്രികാല്, ജൽകാല്. ഈ ജെല്ലൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ പ്രളയം എഴുതിയ ആൾക്കാർ കാണും. പ്രളയം എഴുതിയ ആൾക്കാരാണ്. ജൽകാല്, അങ്കോള അത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ചലഞ്ച് ചെയ്താൽ ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും, നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആൾക്കാർക്ക് അത് ഗുണമാവും. പക്ഷെ എഴുതിയ ആൾക്കാർക്ക് അത് ദോഷമാവുകയും ചെയ്യും. കാരണം ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. മലയാളം ട്രാൻസ്ലേറ്റ്. ഓക്കെ പിള്ളേരെ, അകാൽ കട്ടോ പ്രൊഡിക്ഷൻ മൊത്തം നോക്കിയിട്ട് പറയാം. ഞാൻ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ടൊക്കെ നോക്കി പോകുന്നുണ്ട്. ഓക്കെ, നോക്കാം പിള്ളേരെ. അകാല് ഏട്ടാ ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ ക്യാൻസൽ ആവും. കാരണം അങ്കോള അംഗത്വം ക്യാൻസൽ ആയിട്ടുണ്ട്. പിന്നെ അമേരിക്ക ഒരിക്കലും അംഗമല്ലായിരുന്നു എന്നുള്ളൊരു റീസൺ വെച്ചിട്ട് വേണമെങ്കിൽ അവർ അമേരിക്ക ആൻസർ എടുക്കുക. ഓക്കെ, ഇപ്പം അംഗരാജ്യം അല്ല എന്നുള്ള, അങ്കോള അല്ല എന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഓക്കെ, ശരി. എടാ അകാല് ഇത് എല്ലാം വരൾച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണക്ഷാമത്തെയാണ് എന്ന് പറയുന്നത് അകാൽ എന്ന് പറയുന്നത്. ജൽകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലക്ഷാമത്തെയാണ് ജൽകാൽ എന്ന് പറയുന്നത്. ത്രികാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനും ജലത്തിനും ഈ കന്നുകാലികളുടെ ഭക്ഷണത്തിനും കാലിത്തീറ്റയ്ക്കും എല്ലാത്തിനും ഒരുമിച്ച് ക്ഷാമം ഉണ്ടാകുന്നതിനെയാണ് ത്രികാൽ എന്ന് പറയുന്നത്. ഓക്കെ, അകാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണക്ഷാമം, ജൽകാൽ എന്ന് പറഞ്ഞാൽ ജലക്ഷാമം, ത്രികാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിനും ജലത്തിനും അതുപോലെ കാലിത്തീറ്റയ്ക്കും എല്ലാത്തിനും ക്ഷാമം ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്ന കുട്ടികളെ, കന്നുകാലികളുടെയും ഭക്ഷണത്തിനും മറ്റും ക്ഷാമം ഉണ്ടാകുന്നതിനെയാണ് ത്രികാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടഫ് കാറ്റഗറി ഇടാൻ പറ്റത്തുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, കാരണം അറിയത്തില്ല, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ജലവും പിടിച്ചുകൊണ്ട് പ്രളയം പോയി ശരി തെറ്റിക്കുന്ന ആൾക്കാരുണ്ടാകും. ഓക്കെ അല്ലേ? ഓക്കെ, ഈസി ഒന്നുമല്ല, തെറ്റാണ്, അത് ടഫാണ്. ഓക്കെ, അടുത്ത 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളാണ് സമ്പദ് വ്യവസ്ഥയെ നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ നയങ്ങൾ കണ്ടെത്തുക. ഓക്കെ, നമ്മളത് ലാസ്റ്റ് റിവിഷൻ എടുത്തതാണ്. ഘടനാപരമായിട്ടുള്ള പരിഷ്കരണ നടപടികൾ, സ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ അല്ലേ? ഓക്കെ, അത് അപ്പൊ ഏത് വരൂടാ? ഓപ്ഷൻ സി വരും, 1ഉം 2ഉം. ഓപ്ഷൻ സി വരും, 1ഉം 2 വരും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങളും സ്ഥിരത കൈവരിക്കാനുള്ള നടപടികളുമാണ് വരുന്നത്. ഓക്കെ, ശരിയാക്കിയില്ലേ? പറ. ശരിയാക്കി. ഓക്കെ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 70കളുടെ മധ്യം വരെയാണ്. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 70കളുടെ മധ്യം വരെയാണ്. അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ ബി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റ് പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത എന്താണ്? ഇത് ഞാൻ ഈ ആഴ്ച തന്നെ പറയുന്നതാണ്. എന്താണ് കുട്ടികളെ? ഏത് വരും ഇത്? പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള 2 ഓപ്ഷൻ കിടക്കണല്ലേ? 2 ഓപ്ഷൻ കൺഫ്യൂഷൻ വന്ന് കാണും നിങ്ങൾക്ക്. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള സമ്പദ് വ്യവസ്ഥ, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടു കൂടി ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. ഏത് വരും ഇതിന്റെ ആൻസർ? പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമാണോ വരുന്നത്?
അതോ സ്വകാര്യ മേഖലാ പങ്കാളിത്തമാണോ വരുന്നത്? നിങ്ങൾ ഏതൊക്കെ എഴുതിയെന്ന് പറ. മിക്സഡ് എക്കോണമി ആണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ എഴുതിയ ഏതാണ് ഞാൻ ചോദിക്കുന്നത്? സി ആണോ എഴുതിയത്? സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ ശക്തമായ മിക്സഡ് എക്കണോമി ആണ് നമ്മൾ സ്വീകരിച്ചതെങ്കിലും ഓക്കെ, നമ്മൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്. 1990 വരെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യമുള്ള സമ്പദ് വ്യവസ്ഥയായിരുന്നു സ്വീകരിച്ചിരുന്നത്. 1990 വരെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരുന്നത്. സ്വകാര്യ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് 1990 ശേഷമാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആൻസർ വരാൻ ചാൻസ് സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടു കൂടിയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥയെന്നാണ്. ഓക്കെ, കാരണം ആ സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്തെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റ് പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത ഏതെന്നാണ്. ഓക്കെ, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടു കൂടി ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ എന്നേ വരത്തുള്ളൂ. കാരണം 90 വരെ നമ്മൾ പൊതുമേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ വരാൻ ചാൻസ് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയിലെ പ്രൊഫഷണൽ കീ വരുള്ളൂ, അപ്പൊ നോക്കാം. ഓക്കെ, തുല്യ പങ്കാളിത്തം, പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ എന്ന വാക്ക് വന്നത് കൊണ്ട് സി തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് തെറ്റിച്ച് കാണും. ശരി, തെറ്റിയല്ലേ? സി എഴുതിയല്ലേ നിങ്ങള്? കാരണം ചിലപ്പോൾ ഡി ഓപ്ഷൻ വരെ വായിച്ചു പോലും കാണത്തില്ല പലരും. ഡി ഓപ്ഷൻ വരെ വായിച്ചെത്തി കാണത്തില്ല. കാരണം ഈ ഒരു പോയിന്റ് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന് വരെയായിരിക്കും വായിച്ചത്. ഡി ഓപ്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കാണും. കിട്ടിയവർക്ക് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ, കിട്ടിയവർക്ക് അഡ്വാൻറ്റേജ് ആണ്. അതാ പറഞ്ഞ ഡി വായിച്ചെത്തിയില്ലല്ലേ? ചിലപ്പോൾ ഡി വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചേനെ. ഡി വായിച്ചിരുന്നെങ്കിലേ കുറച്ചുകൂടെ വായിച്ചേനെ, നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചേനെ. ഓക്കെ, അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദ്യം. അത് ആൻഡമാൻ നിക്കോബാറിലാണ്. 2026 മെയ്യിൽ നടന്ന സംഭവമാണ്. 2026 മെയ്യിൽ നടന്ന സംഭവമാണ് അല്ലേ? 2026 മെയ്യിൽ നടന്ന സംഭവമാണ്. ഓക്കെ, ആൻഡമാൻ നിക്കോബാറിലെ ഹാവ്ലോക്ക് ഐലൻഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അണ്ടർ വാട്ടർ ആണ്. ഓക്കെ അല്ലേ? ഹാവ്ലോക്ക് ഐലൻഡ് കേട്ടോ. ആൻഡമാൻ നിക്കോബാറിലെ ഹാവ്ലോക്ക് ഐലൻഡിലാണ്, അണ്ടർ വാട്ടർ ആണ്. കിട്ടിയോ ഇല്ലയോ? എത്ര പേര് ശരിയാക്കി? എത്ര പേര് ശരിയാക്കിയില്ല? ശരിയാക്കിയവരുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. സ്കിപ്പായിരിക്കും കൂടുതൽ. ഡൗട്ട് വരും. അത് വായിച്ചിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ വായിച്ചിട്ടുള്ളവർ കിട്ടി കാണും. ഓക്കെ, ഞാൻ എന്തായാലും ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല. വായിച്ചിരുന്നത് ബട്ട് ഓർമ്മയില്ല. സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്, വിവരസാങ്കേതിക വിദ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി പ്രവർത്തന ഏകോപനം. ഓക്കെ, ഇതെല്ലാമാണ് വരേണ്ടത്. മുകളിൽ പറഞ്ഞവയെല്ലാം വരണം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. എഴുതിയോ അതോ ഡൗട്ട് അടിച്ചോ നിങ്ങൾക്ക്? ഓക്കെ, ശുചിത്വപൂർണവും സുസ്ഥിരവുമായിട്ടുള്ള ചുറ്റുപാട്, വിവരസാങ്കേതിക വിദ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി പ്രവർത്തന ഏകോപനം. ഓക്കെ, എല്ലാം വരേണ്ടതാണ്. പക്ഷെ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരുണ്ടാകും. വായിച്ച് കുളവാക്കി ഡൗട്ട് ആക്കണ്ടെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത ആൾക്കാരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാത്തത്. ഓക്കെ,
ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിള. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ സന്തോഷം തോന്നിക്കാണ്. അതായത് ഖാരിഫിന്റെയും റാബിയുടെയും ഒക്കെ കോഡ് അറിയാം. പക്ഷേ ചോദ്യം ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തുമാണ്. ആൻസർ വരുന്ന നിലക്കടലയാണ്. എത്ര പേർക്ക് അറിയായിരുന്നു? കുട്ടികളെ? ആരും എഴുതിയില്ല? കിട്ടിയില്ല. നന്നായി എഴുതാത്തത്. ഓക്കെ, നിലക്കടലയാണ് കേട്ടോ, നിലക്കടല. ഈസി അല്ല. അടുത്ത് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എത്രയെന്നാണ് ചോദ്യം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത. വൻകര ഭൂവൽക്കത്തിന് സാന്ദ്രത കുറവാണ്, പക്ഷെ കട്ടി കൂടുതലാണ്. കുത്തണമെന്ന് വിചാരിച്ച് കുത്തിയില്ല. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 2.7. വൻകര ഭൂവൽക്കത്തിന് കട്ടി കൂടുതലാണ്, സാന്ദ്രത കുറവാണ്. ഓക്കെ, 2.7 ഗ്രാം ആണ് അതിന്റെ സാന്ദ്രത വരുന്നത്. സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എത്രയാണ് വരുന്നത്? സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത പറയാവോ? സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എത്ര വരുന്നുണ്ട്? സമുദ്ര ഭൂവൽക്കം ഓപ്ഷനിലുണ്ട്. വൻകര ഭൂവൽക്കം 2.7. സമുദ്ര ഭൂവൽക്കത്തിന് കട്ടി എന്നാണ് കുട്ടികളെ. കട്ടി കുറവും സാന്ദ്രത കൂടുതലുമാണ് കേട്ടോ. സമുദ്ര ഭൂവൽക്കത്തിന് 3 ഗ്രാം ആണ് വരുന്നത്. സമുദ്ര ഭൂവൽക്കം ഇപ്പോഴേ പഠിച്ചോ. സമുദ്ര ഭൂവൽക്കം 3 ആണേ. സമുദ്ര ഭൂവൽക്കം 3. വൻകര ഭൂവൽക്കം 2.7. സമുദ്ര ഭൂവൽക്കം 3, വൻകര ഭൂവൽക്കം 2.7 ആണ്. ഓക്കെ അല്ലേ? എഴുതിയോ ശരിയാക്കിയോ? എന്താണ്? അതോ ഡൗട്ടാണോ? ശരിയാക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ മുമ്പും ചോദിച്ചിട്ടുള്ളതാ. ഈ പറയുന്ന ശരാശരി സാന്ദ്രതയൊക്കെ മുമ്പും ചോദിച്ചിട്ടുള്ളതാ. എത്ര പേര് ശരിയാക്കി പറഞ്ഞേ? കിട്ടി, എഴുതി. ഓക്കെ, ഡൗട്ട് വന്നു. അടുത്ത, ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമെന്നാണ്? സമുദ്ര വൻകര സംയോജനം, സ്ഥാനാന്തര സീമ, വിയോജക സീമ. വൻകര സിയാല് സമുദ്രം സീമ. വൻകര സംയോജനമാണ്. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ഫലകങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ഏതൊക്കെ ഫലകങ്ങൾ കൂട്ടിച്ചേർന്നിട്ടാണ് ഈ പറയുന്ന ഹിമാലയം രൂപം കൊണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ് കുട്ടികളെ? ഹിമാലയം എന്ന് പറഞ്ഞാൽ സംയോജക സീമയാണ്. അത് യൂറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ വൻകര സംയോജനമാണ്. പക്ഷെ ആരൊക്കെ ശരിയാക്കി ഒന്ന് പറയോ? വൻകര സംയോജനമാണ്, പക്ഷെ ആരൊക്കെ ശരിയാക്കി? ഇന്ത്യ യൂറേഷ്യൻ ഫലകം വൻകര സംയോജനമാണ്. ഡൗട്ട് വന്ന ആൾക്കാരുണ്ടോ? കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനത് ഈസിയിൽ ഇടുന്നു. കാരണം മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന നമ്മുടെ യൂറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും കൂടിച്ചേർന്നു. നമ്മുടെ സ്ഥിരം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടിരുന്നതാണ്. സോ അത് എഴുതേണ്ടതാണ്. ഈസി ക്വസ്റ്റ്യൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ബുദ്ധിമുട്ടിച്ചില്ല. മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? 25 മുതൽ 28 വരെ. 25 വരെ ഈസി. 1976 42 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ഭാഗം 4 ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? മൗലിക കർത്തവ്യങ്ങൾ 11 ആണ്. ഈസി ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്നത്. ഓപ്ഷൻ സി. ഇതും ഈസി ക്വസ്റ്റ്യൻ. അടുത്ത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42 ഭേദഗതി 1976. അതും ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ആശ്വാസമായി അല്ലേ? ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ആശ്വാസമായി. കാരണം നിങ്ങൾ
പിടിച്ചു വെച്ചിരുന്ന ശ്വാസമൊക്കെ അല്ലേ, പിടിച്ചു വെച്ചിരുന്ന ശ്വാസമൊക്കെ അങ്ങ് പുറത്തേക്ക് വിട്ട് നിങ്ങൾ ആ സമാധാനത്തോടെ എഴുതാൻ പറ്റി കാണും. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് വിവരിക്കുന്ന ഭാഗം എല്ലാവർക്കും അറിയാം, ഭാഗം 3 ആണ്. ഓക്കെ, ഈസി. അടുത്ത, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത, സാമൂഹ്യ നീതി, ആധുനികവൽക്കരണം. അപ്പോൾ 1ഉം 2ഉം വരും. ഓപ്ഷൻ എ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണത്. ഇനി ഇത് ആലോചിച്ച് കൊളാക്കിയതുണ്ടോ? വ്യവസായവൽക്കരണം, വാണിജ്യവൽക്കരണം, ഇതൊക്കെ ദീർഘകാല ലക്ഷ്യം അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യം എന്ന് ആലോചിച്ച് കൊളാക്കിയതുണ്ടോ? കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത്, കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ട സ്ത്രീ കേന്ദ്രീകൃത ഒരു സാമൂഹിക അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. ഈ ചോദ്യം വായിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെന്തോ സാധനമാണ്, പക്ഷെ കുടുംബശ്രീയാണ് ആൻസർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, അങ്ങനെയൊക്കെ ആലോചിച്ച് വരുമ്പോൾ കേട്ടോ കുടുംബശ്രീ ആണോ വേറെ എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ കുടുംബശ്രീ ആണ്. പക്ഷെ കൺഫ്യൂഷൻ വന്ന് സ്കിപ്പ് ചെയ്ത ആൾക്കാരുണ്ടാകും, എഴുതാത്ത ആൾക്കാരുണ്ടോ? പറവളരെ എഴുതാത്ത ആൾക്കാരുണ്ടോ? എഴുതാത്തവരുണ്ടോ? ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. സ്കിപ്പ് ചെയ്ത ആൾക്കാർ കാണും. ഉം 2016 നവംബർ 8 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാം എന്നാണ് ചോദ്യം. കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, തീവ്രവാദത്തെ ചെറുക്കുന്നതിന്, ഇതെല്ലാം വരേണ്ടതാണ്. ഓപ്ഷൻ ഡി ആണ്. ഇത് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. തീവ്രവാദം നിയന്ത്രിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദികൾ മറ്റും കള്ളനോട്ട് അടിച്ചിറക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ കള്ളനോട്ടുകളും ഇന്ത്യൻ നോട്ടുകളും ഉപയോഗിച്ച് അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ തീവ്രവാദത്തെ ചെറുക്കുന്ന എന്ന പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. എല്ലാവരും എഴുതേണ്ട പോയിന്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത, ഇന്ത്യൻ ഭരണഘടനാ ദിനം ഏതാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ. നവംബർ 26 ആണ് ഭരണഘടനാ ദിനം. അടുത്ത്, കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കും. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് കുട്ടികളെ? അത് ഏത് സമ്പ്രദായമാണ്? നമുക്കിവിടെ വേണ്ടത് പാർലമെന്ററി സമ്പ്രദായത്തെ കുറിച്ചുള്ള പോയിന്റുകളാണ്. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. അത് ഏതാ കുട്ടികളെ? അത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇവിടെ 1ാമത്തെ പോയിന്റും 2ാമത്തെ പോയിന്റും 3ാമത്തെ പോയിന്റും പാർലമെന്ററി വ്യവസ്ഥയിൽ പെടുന്നതാണ്. നമുക്ക് വേണ്ടത് പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തതാണ്. അത് 4 ഈസി ക്വസ്റ്റ്യൻ എന്നേ പറയത്തുള്ളൂ. കാരണം ബാക്കിയുള്ള പോയിന്റിൽ ഡൗട്ട് വന്നാൽ തന്നെ കേട്ടാ. 1ാമത്തെ പോയിന്റ്, കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. ആ പോയിന്റിൽ പലർക്കും ഡൗട്ട് വന്നു കാണും. എന്നാലും 4ാമത്തെ പോയിന്റ്, ഇവിടെ ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി ആയിരിക്കും എന്നുള്ളത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഭരണത്തലവൻ ഇവിടെ പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയുമാണ്. എഴുതിയില്ലേ നിങ്ങൾ? പറഞ്ഞേ, എഴുതിയോ നിങ്ങൾ? ഓക്കെ, എഴുതിയെങ്കിൽ നല്ല കാര്യം. ഈസി ക്വസ്റ്റ്യൻ ആണത്. അടുത്ത, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ ശ്വാസകോശം മഴക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ആമസോൺ മഴക്കാട് എഴുതണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആമസോൺ മഴക്കാട് എഴുതണം. ഓപ്ഷൻ ഡി ആണ് 4ാമത്തത് ഈസി ക്വസ്റ്റ്യൻ. അടുത്തതൊരു നിലവാരമുള്ള ചോദ്യമാണ്. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതിയുടെ പേര്. സമാശ്വാസം 1, 2, 3, 4. നമ്മളെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ്. സമാശ്വാസം പദ്ധതി എന്ത് ചെയ്യുന്ന കുട്ടികൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, അതില് 4 തരത്തിൽ അതുണ്ട്. 4 തരത്തിൽ സമാശ്വാസം പദ്ധതി എന്ത് ചെയ്യുന്ന കുട്ടികളെ വരുന്നുണ്ട്. അതിൽ സമാശ്വാസം 1 പറഞ്ഞു കഴിഞ്ഞാൽ
ഡയാലിസിസ് ആണ്. സമാശ്വാസം 1 എന്താ കുട്ടികളെ? ഡയാലിസിസ് ആണ് സമാശ്വാസം 1. ഡയാലിസിസ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മാസാമാസം ഡയാലിസിസ് നടത്തുന്ന BPL റേഷൻ കാർഡുള്ള ആൾക്കാർക്ക് പ്രതിമാസം 1100 രൂപ ലഭിക്കും. മനസ്സിലായ? സമാശ്വാസം പദ്ധതി 1 എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ആണ്. മാസാമാസം ഡയാലിസിസ് നടത്തുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാസാമാസം 1100 രൂപ ലഭിക്കും. ഓക്കെ, ക്ലിയർ ആണ്. സമാശ്വാസം പദ്ധതി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വൃക്ക അതുപോലെ കരള് എന്നിവ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാർക്കാണ്. ഓക്കെ, അതില് 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള വിഭാഗങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം 5 വർഷം വരെ പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കും. പ്രതിമാസം എത്ര ലഭിക്കും കുട്ടികളെ? 1000 രൂപ ധനസഹായം ലഭിക്കും. അതാണ് സമാശ്വാസം 2. ഓക്കെ, വൃക്ക കരള് എന്നിവ മാറ്റിവെച്ച 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ട്രാൻസ്പ്ലാന്റേഷന് ശേഷമുള്ള 5 വർഷം വരെ പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കും സമാശ്വാസം 2-ൽ. സമാശ്വാസം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഫീലിയ രോഗം ബാധിച്ചവർക്കാണ് കേട്ടോ. സമാശ്വാസം 3 എന്താ കുട്ടികളെ? ഹീമോഫീലിയ രോഗം. എന്താണ് ഹീമോഫീലിയ രോഗം? സമാശ്വാസം 3 എന്ന് വെച്ചാൽ ഹീമോഫീലിയ രോഗം ബാധിച്ച ആൾക്കാർക്ക് പ്രതിമാസം, അവിടെ ഇൻകം ഒന്നും പറയുന്നില്ല, പ്രതിമാസം 1000 രൂപ ധനസഹായം. ഓക്കെ, നമ്മുടെ ചോദ്യം അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ പേഷ്യൻസ്, അവർക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്നത് സമാശ്വാസം 4 ആണ്. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്നത് സമാശ്വാസം 4 ആണ്. ഇതെല്ലാം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ പദ്ധതികളാണ്. സമാശ്വാസം 1 ഡയാലിസിസ് കഴിഞ്ഞ അല്ലെങ്കിൽ മാസാമാസം ഡയാലിസിസ് ചെയ്യുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം 1100 രൂപ. സമാശ്വാസം 2 എന്ന് പറഞ്ഞാൽ വൃക്കയോ കരളോ മാറ്റിവെച്ച ആൾക്കാർക്ക് സർജറിക്ക് ശേഷം 5 വർഷം വരെ പ്രതിമാസം 1000 രൂപ ധനസഹായം. പക്ഷെ ക്രൈറ്റീരിയ വരുമാനം 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. സമാശ്വാസം 3 എന്ന് പറഞ്ഞാൽ ഹീമോഫീലിയ ബാധിച്ചവർക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. സമാശ്വാസം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാശ്വാസം 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിന് പ്രതിമാസം 2000 രൂപ. നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ശരിയാക്കിയ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയില്ല, തെറ്റി. ഓക്കെ, ഇറക്കി കുത്തി തെറ്റി കാണും. ശരി, 3 എഴുതി തെറ്റിച്ച്. ഞാൻ ടഫ് കാറ്റഗറി അതുകൊണ്ടാണ്. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്തെന്നാണ്? ഇൻസാറ്റ് 3DS ഓൾറെഡി ചോദിച്ചതാണ്. അത് മാത്രമല്ല കറണ്ട് അഫയർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻസാറ്റ് 3DS എന്താണ് കുട്ടികളെ? ഇൻസാറ്റ് 3DS കാലാവസ്ഥാ നിരീക്ഷണം. ഇൻസാറ്റ് 3DS എന്താ കുട്ടികളെ? കാലാവസ്ഥാ നിരീക്ഷണമാണ്. അത് വല്ല നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റുന്നതാണ്. സൈനിക കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സൗരപരിവേഷണം. നമ്മൾ ഇങ്ങനെ ഒരു സാധനം റീസെന്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കുക. ഇപ്പം ഭൗമ നിരീക്ഷണം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം EOS ആണ് ഭൗമ നിരീക്ഷണം വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻസാറ്റ് 3DS എന്താണ് കുട്ടികളെ? കാലാവസ്ഥാ നിരീക്ഷണം അല്ലെങ്കിൽ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ശരിയാക്കിയില്ലേ നിങ്ങൾ? പറഞ്ഞേ, ശരിയാക്കിയോ? മറുപടി പറ. മരിച്ചല്ലോ, ഞാൻ തെറ്റിച്ചു. എന്ത് അന്തസ്സായിട്ട് പറയുന്നു? കിട്ടി.
അന്നേരം ഇങ്ങനെയൊന്നും തോന്നിയില്ല. ഇൻസൈഡ് അത് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാ അത്. ഓക്കെ, ISR ഒക്കെ നിങ്ങൾ നോക്കിയിട്ടേ പോവാവൂ. പരീക്ഷയ്ക്ക് മുമ്പ് ISRയുടെ ലാസ്റ്റ് വിക്ഷേപണം എന്തൊക്കെയായിരുന്നു, അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നോക്കിയിട്ടേ പോവാവൂ. ശരി, ഒരു സെക്കൻഡ്, ഞാൻ ചാർജർ ഒന്ന് കൊടുത്തോട്ടെ. ഞാൻ ചാർജർ കൊടുക്കാൻ എണീക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടരുത് കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഓട്ടമാണ്. നാവിഗേഷൻ എഴുതിയ ഏതൊരു എൻ്റെ ചാർജർ, കുറേ ചാർജർ ഇതിനകത്ത് കിടക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ ചാർജറുകളാണ് ഇപ്പം എന്നെ ഞാൻ കൊണ്ടുവരുന്നത്. ഒറ്റ ഒരെണ്ണം അനങ്ങി പോരുതേ. HP തന്നെ ഇത് ഡെല്ല്. ഓക്കെ, അതാവണ്ട. റിലീഫ് ഓഫ് ലെഗ്നോ തെറ്റിച്ചെങ്കിൽ നിന്റെ തല അടിച്ച് തിരിക്കേണ്ട പരിപാടിയാണ് നീ കാണിച്ചത്. അത്രേ ഞാൻ പറയണുള്ളൂ. കാരണം മറ്റേ ബാറിൽ കയറി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ റിലീഫ് കിട്ടും, ബാറിൽ കയറി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ റിലീഫ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കോഡ് ഉണ്ടാക്കിയാണ് നിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചത്. അത് തെറ്റിച്ചിട്ട് നീ പറയണ്ട കേട്ടാ. ബാറിൽ കയറി വെള്ളം അടിക്കുന്നു, ബാറിൽ കയറി വെള്ളം അടിച്ചാൽ റിലീഫ് കിട്ടുന്നു. തോമസ് ജോൺസ് ബാർക്കർ എന്ത് അന്തസ്സായിട്ട് പറയണം നോക്കിയാണ് റിലീഫ് ഓഫ് ലെഗ്നോ തെറ്റിച്ചെന്ന്. ഒരുപാട് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിക്കാം. വളരെ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ എന്തിനാണ് കൂടുതൽ ത്വരണമുണ്ടാകുന്നത്? ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ന്യൂട്ടൺസ് തേർഡ് ലോയാണ്. അതിൽ എന്തിനാണ് കൂടുതൽ ത്വരണമുണ്ടാകുന്നത്? ആർക്കും ത്വരണം ഉണ്ടാവൂലേ? ആർക്കാ ഉണ്ടാകുന്ന കുട്ടികളെ? പിള്ളേരെ, ഇവിടെ മാസ് കുറവ് ബൈക്കിനായതുകൊണ്ട് ബൈക്കിനായിരിക്കും കൂടുതൽ ത്വരണമുണ്ടാകുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബൈക്കിനായിരിക്കും കൂടുതൽ ത്വരണമുണ്ടാകുന്നത്. ഓക്കെ, ബൈക്കിനായിരിക്കും കൂടുതൽ ത്വരണം. കാരണം ബൈക്ക് ചെറുതായതുകൊണ്ട്, മാസ് കുറവായതുകൊണ്ട് ബൈക്കിനായിരിക്കും കൂടുതൽ ത്വരണമുണ്ടാകുന്നത്. ഓക്കെ, 2 മിനിറ്റ് ആലോചിച്ച് വിട്ടു. ശരി, അടുത്ത് മഴവില്ല് കാണുവാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? ഇതൊക്കെ നല്ല കൺഫ്യൂഷൻ വന്ന് കാണും. മഴവില്ല് കാണാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? അത് ആര്യ മിസ്സിൻ്റെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഡൗട്ട് വരും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മഴവില്ല് കാണാനായിട്ട് നിരീക്ഷകന്റെ പിന്നിലായിരിക്കണം സൂര്യന്റെ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണിത്. എന്നാലും പിള്ളേരെ ഡൗട്ട് വരും. ശരിയാക്കിയോ അതോ തെറ്റിച്ചോ? ശരിയാക്കിയോ തെറ്റിച്ചോ? നിങ്ങൾ നിരീക്ഷകന്റെ പിന്നിലായിരിക്കണം എന്നതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി. അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിന്റെ ഭരണഘടനയാണ്. ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഫ്രാൻസ് ആണ്. ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത കുട്ടികളെ കൂട്ടിച്ചേർത്തത്. ഓപ്ഷൻ ഡി ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും ആരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ദിയ ബിനു പുള്ളിക്കക്കണ്ടം അല്ലേ? ദിയ ബിനു പുള്ളിക്കക്കണ്ടമാണ്. ദിയ ബിനു പുള്ളിക്കക്കണ്ടമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ. ഈ രേഷ്മ മറിയം ജോസ് ഉണ്ട്. രേഷ്മ മറിയം ജോസ് അദ്ദേഹം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു.
ഓക്കെ, ഇപ്പൊ ഇല്ല, പഴയ ക്വസ്റ്റ്യൻ ആണ്, പഴയ ക്വസ്റ്റ്യൻ ആണ്. രേഷ്മ പറയുന്നത് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആളെന്നെ ഏതിൽ ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കിൽ ഏതിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം ഇതുപോലെ ഒരു മറ്റേ ഇത് കൂടുതലുള്ള ആൾക്കാർ, ഇപ്പം ഫോളോവേഴ്സ് കൂടുതലുള്ള ആൾക്കാരെ നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നോട്ടിഫിക്കേഷൻ ഏറ്റവും മുകളിൽ വരും. അപ്പം നോക്കിയപ്പോൾ ഒരു രേഷ്മ മറിയം, ഇത് ഈ പേര് ഞാൻ ഇവിടെ കേട്ടുള്ളത് നമ്മുടെ കാര്യം നോക്കിയപ്പോൾ ഈ രേഷ്മ മറിയം ആണ് എന്നെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു PSC ചോദ്യം എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആളൊരു PSC ചോദ്യമാണല്ലോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ വല്ലവും വിളിച്ച് പറയും. കാരണം ഈ ദിയ ബിനു പുള്ളിക്കെ കണ്ടൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. മറ്റേ ഈ സമയത്ത്, അതായത് നമ്മുടെ മേയർമാരൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ തന്നെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ദിയ ബിനു പുള്ളിക്കെ കണ്ടം പാലാ നഗരസഭയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് എഴുതുക. ലോകസഭ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിയമസഭ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. സാരല്ല സാർ പോട്ടെ എന്ന് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ടാണ് പറയേണ്ടത്, നീ എൻ്റെ അടുത്തല്ല പറയേണ്ടത്. നീ സ്വയം കണ്ണടയ്ക്ക് പറ. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. അപ്പം 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തന്നെ ഫ്രണ്ടിലോട്ടൊരു ക്വസ്റ്റ്യൻ തന്നെ എടുപ്പുണ്ട്. ഏതാ കുട്ടികളെ? മൗലിക ചുമതലകൾ 42ാം ഭേദഗതി. അടുത്ത്, ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത് എന്നുള്ളത് എന്താണ് കുട്ടികളെ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത് എന്നുള്ളത് എന്താണ് കുട്ടികളെ? അത് തെറ്റാണ്. അപ്പൊ ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈസി ക്വസ്റ്റ്യൻ, ഇത് ഈസി ക്വസ്റ്റ്യൻ, ഇത് ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ 50 ചോദ്യത്തില് നമുക്ക് ഇത് ഒന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക് കൂടെ നോക്കാം കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്ക് കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത് നമുക്കൊന്ന് നോക്കാം. ഇതിലിപ്പം നമ്മളിപ്പോൾ 50 ചോദ്യം പറഞ്ഞതിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തെറ്റിച്ചാടാ ഇതൊക്കെ. ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക് ഭവൻ, അത് ശരി. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഗവർണർ നിയമിക്കുന്നത്, അതും ശരി. ഗവർണർ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവനാണ്, അതിലെന്തോ ഡൗട്ട്? സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവൻ ഗവർണർ തന്നെയാണ്. യഥാർത്ഥ തലവനാണ് മുഖ്യമന്ത്രി. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവൻ ഗവർണർ, യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി ഗവർണർ നിയമിക്കുന്നത് എന്നുള്ളത് തെറ്റാണ്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1, 2, 3, ഇത് ഈസിയാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, ഇവിടെ എങ്ങുമില്ല, 25, 26, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരെണ്ണേ ഉള്ളൂ, 27 ക്വസ്റ്റ്യൻ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. 27 ക്വസ്റ്റ്യൻ 5 27 ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ടഫ് അങ്ങ് ഒഴിവാക്കിയിട്ട് നോക്കുകയാണ്. ഇനി ഇത്തിരി ഡൗട്ട് വരാമെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14,
ഓക്കെ 13, 14 അല്ലേ? 14 ക്വസ്റ്റ്യൻ. അതായത് നോക്കിയിട്ട് ഒരു 27 ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാം. ഒരു 14 ക്വസ്റ്റ്യൻ ആണ് ഇത്തിരി ഡൗട്ടൊക്കെ വന്ന് കേട്ടോ. ഈ 14 ക്വസ്റ്റ്യൻ എത്രത്തോളം ശരിയാക്കും എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ 27 വരെയൊക്കെ ഏകദേശം എല്ലാവർക്കും കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കേട്ടോ 27 മാർക്കൊക്കെ അതിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം 50 എണ്ണത്തിൽ. ബാക്കിയുള്ള 14 എത്ര എണ്ണം സ്കോർ ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ പെർഫോമൻസ്. ഓക്കെ, ഇനി സ്പെഷ്യൽ ടോപ്പിക് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക് IT ആക്ട് ആണ് ആദ്യം. വിവര സാങ്കേതിക നിയമപ്രകാരം കുട്ടികളുടെ ഓൺലൈൻ ലൈംഗിക ചൂഷണം തടയുന്നതിനുള്ള വകുപ്പ് ഏത്? അത് സ്ഥിരം ചോദ്യമാണ്. 67B ആണ്. 67B ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 67B ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പോക്സോ നിയമത്തിൽ വകുപ്പ് 16 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പ്രേരണ നൽകൽ എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ്? ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവം സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ആൻസർ. ഓക്കെ, കുറ്റകൃത്യം നേരിട്ട് ചെയ്താൽ മാത്രമല്ല ഈ വകുപ്പ് ബാധകമാകുന്നത്. പ്രേരണ നൽകുന്ന വ്യക്തിക്ക് കുറ്റം ചെയ്ത വ്യക്തിയേക്കാൾ കുറഞ്ഞ ശിക്ഷ, അത് തെറ്റാണല്ലേ? പ്രേരണ നൽകുന്ന വ്യക്തിക്കും കുറ്റം ചെയ്യുന്ന വ്യക്തിക്കും ഒരേ ശിക്ഷയാണ്. പ്രേരണ നൽകുന്ന വ്യക്തിക്കും കുറ്റം ചെയ്ത വ്യക്തിക്കും ഒരേ ശിക്ഷയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അതെന്താണ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശരിയാക്കിയില്ലേ? ഇതൊക്കെ ശരിയാക്കിയില്ലേ പിള്ളേരെ? ശരിയാക്കി. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കുന്നത് ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. കുട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കൽ ഉൾപ്പെടുന്നു, വിലാസം പ്രസിദ്ധീകരിക്കൽ ഉൾപ്പെടുന്നു, ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ ഉൾപ്പെടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് വിവരം എന്ന പദത്തിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നതിൽ ഏവ ഉൾപ്പെടുന്നു? രേഖകൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രേഖകൾ. മുകളിൽ പറഞ്ഞവയെല്ലാം ഈസിയാണ്. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി വിവരം സംബന്ധിച്ചമായ ആവശ്യമായ നടപടി ഏതാണ്? മൂന്നാം കക്ഷിയോട് ആലോചിക്കുക എന്നതാണ് വരേണ്ടത്. അതായത് നോട്ടീസ് കൊടുത്ത് അയാളുടെ അഭിപ്രായം തേടുക എന്നാണ് വരേണ്ടത്. എഴുതിയില്ലേ നിങ്ങൾ? എഴുതിയോ? മൂന്നാം കക്ഷിയോട് ആലോചിക്കുക എന്നതാണ് വരേണ്ടത്. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്ത് പോലീസ് പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 പോലീസ് ആക്ട് വകുപ്പ് ഏതാണ്? സിലബസിന് പുറത്തുനിന്നുള്ളൊരു ചോദ്യമായിരുന്നു. പോലീസ് പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 പോലീസ് ആക്ട് വകുപ്പ് ഏതെന്നാണ് ചോദ്യം. ഏതാണ് കുട്ടികളെ? ആർക്കെല്ലാം അറിയായിരുന്നോ? 55 ആണ് ആൻസർ കേട്ടോ. 55 ആണ് ആൻസർ. ഇത് ഞാൻ ടഫിൽ തന്നെ ഇടുന്നു. കാരണം ഓൾമോസ്റ്റ് ആരും ഇത് നോക്കി കാണത്തില്ല. അല്ലെങ്കിൽ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ആക്ട് ഫുള്ള് പഠിച്ചവർക്കും കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം സിലബസിൽ പറയാത്തൊരു വകുപ്പായതുകൊണ്ടും ഇതുവരെ ചോദിക്കാത്ത വകുപ്പായതുകൊണ്ടും ക്ലാസ് എടുത്ത് ഞാനും നോക്കിയില്ല, നിങ്ങളും നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ അല്ലേ? ഓക്കെ, സിലബസിൽ പറയുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അടുത്ത് ഇതൊക്കെ നമ്മൾ തലയും കുത്തിന്ന് പഠിച്ചതാണ്. കേരള പോലീസ് ആക്ട് 118A പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് ലഭ്യമാകുന്ന ശിക്ഷ ഏതാ പിള്ളേരെ? പറഞ്ഞേ, എന്താണ്? പിള്ളേരെ 3 വർഷം തടവ് 10,000 രൂപ പിഴ. 3 വർഷം തടവ് 10,000 രൂപ പിഴ. 3 വർഷം തടവ് 10,000 രൂപ പിഴ. ഓക്കെ, അടുത്ത NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ബാധകമായത് എന്നാണ് ചോദ്യം. NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ബാധകമായത് എന്നാണ് ചോദ്യം. ഏതുവരും പിള്ളേരെ? ഏതുവരും? വർദ്ധിച്ച ശിക്ഷ, കൂടുതൽ കർശന ശിക്ഷാ നടപടികൾ? ഇല്ല, വർദ്ധിച്ച ശിക്ഷയെ വരത്തുള്ളൂ കേട്ടോ. വർദ്ധിച്ച ശിക്ഷയെ വരത്തുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ 1.25 അല്ല 1.5 അല്ലേ? 1.5 ഇപ്പം തടവാണെങ്കിൽ 1.5, തടവാണെങ്കിൽ 1.5, പിഴയാണെങ്കിലും 1.5 ഇരട്ടി, പിഴയാണെങ്കിലും 1.5 ഇരട്ടി. ഓക്കെ, പക്ഷെ ഡൗട്ട് വന്നു കാണും പലർക്കും. ഓക്കെ, വർദ്ധിച്ച ശിക്ഷയാണ് വരേണ്ടത്. നമുക്ക് ആ പറയുന്ന സെക്ഷനുകൾ, വധശിക്ഷയും കർശന ശിക്ഷാ നടപടികൾ, കൂടുതൽ ഗുരുതര ശിക്ഷ, അതിനേക്കാളും വർദ്ധിത ശിക്ഷയാണ് നിയമപ്രകാരം
വധശിക്ഷയും വരും. പക്ഷെ വധശിക്ഷ എന്ന പോയിന്റ് പറയുന്നില്ല. വധശിക്ഷ എല്ലാത്തിലും വരുന്നില്ല. ഓക്കെ, വധശിക്ഷ 19, 24, 27A അതിൽ മാത്രമേ വധശിക്ഷ വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ശിക്ഷ വർദ്ധിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 19, 24, 27A വധശിക്ഷ വരുന്നത്. നമുക്ക് നോക്കാം, പ്രൊഫഷണൽ കീഴിൽ എന്തായാലും വരുമ്പോൾ നോക്കാം. പക്ഷെ ഇതെന്തായാലും എന്താണ് കുട്ടികളെ, ഇതെല്ലാവർക്കും പലർക്കും ഡൗട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത്, വിവര സാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് എന്തായി കണക്കാക്കപ്പെടുന്നു? ഓക്കെ, വിവര സാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് ഐഡന്റിറ്റി തട്ടിപ്പാണ്. എല്ലാവർക്കും അറിയാം, ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അടുത്ത്, NDPS നിയമപ്രകാരം കുറ്റം ചെയ്യാനുള്ള ശ്രമം ശിക്ഷാർഹമാകുന്ന വകുപ്പ് എന്നാണ് ചോദ്യം. NDPS നിയമപ്രകാരം കുറ്റം ചെയ്യാനുള്ള ശ്രമം നമ്മൾ പഠിച്ചതാണ്. ശ്രമം C ആണ്. സെക്ഷൻ 28 ആണ്. സെക്ഷൻ 28 എല്ലാവരും എഴുതി കാണും. സെക്ഷൻ 28 കാരണം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്ത്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2(H) പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണെന്നാണ് ചോദ്യം. അറിയായിരുന്നു ആർക്കെങ്കിലും? പരാതി നൽകേണ്ടത് ആർക്കെന്നാണ് ചോദ്യം. എഴുതിയിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് ആണ് ആൻസർ അല്ലേ. പരാതി നൽകേണ്ടത് മജിസ്ട്രേറ്റിനാണ്. പരാതി നൽകേണ്ടത് മജിസ്ട്രേറ്റിനാണ്. ഓക്കെ, എത്ര പേര് ശരിയാക്കി? 2(H) പ്രകാരം പരാതി നൽകേണ്ടത് മജിസ്ട്രേറ്റിനാണ്. ഓക്കെ, എല്ലാവരും എഴുതാൻ കാണാൻ ഞാൻ ഡൗട്ടിൽ തന്നെ ഇടാതെ. ഭാരതീയ സാക്ഷി അധിനിയം 2023 എത്ര വകുപ്പുകൾ? വളരെ ബേസ് ആയിട്ട് കയറി ചോദിച്ചു. എത്ര വകുപ്പ് അറിയായിരുന്നു അവിടെ എല്ലാവർക്കും? വകുപ്പിന്റെ എണ്ണമൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഏതൊരു നിയമം പഠിക്കുമ്പോഴും വകുപ്പിന്റെ എണ്ണമൊക്കെ. ഓക്കെ, 170 വകുപ്പുകളാണ്. 170 വകുപ്പുകളാണ്. 170 വകുപ്പുകളാണ് അല്ലേ. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഓക്കെ, 2 ക്വസ്റ്റ്യൻ അങ്ങനെ ഈസി ആയിട്ട് വന്നു. ഭാരതീയ സാക്ഷി അധിനിയം 39 സെക്ഷൻ 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 39 എന്തിനാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 39 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് കുട്ടികളെ? വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അല്ലേ. വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 39 പരാമർശിക്കുന്നത്. മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന BSA സെക്ഷൻ നമ്മൾ പഠിച്ചതാണ്. മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാ കുട്ടികളെ? 26A ആണ് മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ. ഓക്കെ, മരണമൊഴി എടുക്കാനുള്ളത് ആർക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു തന്നെയാണ്. 26A ആണ്. അടുത്ത്, 2011 പോലീസ് ആക്ട് വകുപ്പ് 29 സ്ഥിരം ചോദ്യമാണ്. എന്താണ് കുട്ടികളെ? ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം അല്ലെ. ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് ചോദ്യം. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളാണുള്ളത്. 20 അധ്യായങ്ങളാണുള്ളത്. ഓക്കെ, എത്ര പേർക്ക് അറിയായിരുന്നു 20 അധ്യായമാണെന്ന്? ഉം 20 അധ്യായങ്ങളാണ് അല്ലെ. 20 അധ്യായങ്ങളാണ് ഉള്ളത്. ഓക്കെ, അടുത്ത, ഭാരതീയ ന്യായ സംഹിതയിൽ സംഘടിത കുറ്റകൃത്യം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്. സംഘടിത കുറ്റകൃത്യം, ചെറിയ സംഘടിത കുറ്റകൃത്യം, തീവ്രവാദ പ്രവർത്തനം 111 സംഘടിത കുറ്റകൃത്യം, 112 ചെറിയ സംഘടിത കുറ്റകൃത്യം, 113 തീവ്രവാദം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ D ആണല്ലേ. ഓപ്ഷൻ D ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ഭാരതീയ ന്യായ സംഹിതയിൽ ചെറിയ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ. അതും നമ്മൾ പഠിച്ചു, നിങ്ങൾക്ക് അറിയാം. കമ്മ്യൂണിറ്റി സേവനം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കൊഗ്നിസിബിൾ ഓഫൻസ് എന്നാൽ എന്താണ്? എന്താവില്ല, കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം അല്ലെ. കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ്. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? അത് എത്ര പേർക്ക് അറിയായിരുന്നു കുട്ടികളെ? മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകേണ്ടത് ഏത് കോടതിയിലാണ്? മുൻകൂർ ജാമ്യത്തിനായിട്ട് സെഷൻസ് കോർട്ടിലാണ് അപേക്ഷ നൽകേണ്ടത്. സെഷൻസ് കോർട്ടിലാണ്. ഇത് പലർക്കും ഡൗട്ട് വന്നു കാണും. കേട്ടോ. ഓക്കെ അല്ലേ.
ഓക്കെ, ജില്ലാ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോർട്ടാണ് വരേണ്ടത്. ശരി, അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്കിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്കിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ, ക്ലിയർ ആണ്. 16 ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കാം നമുക്ക്. 27 + 16, 27 + 16 എത്രയാണ്? 27 + 16 43 ചോദ്യം. നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ ടോട്ടൽ 70 ചോദ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈസി ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം 50 GK ഭാഗത്തുനിന്ന് 27 ചോദ്യങ്ങളും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 16 ചോദ്യങ്ങൾ. ഞാൻ നിങ്ങൾ പഠിച്ചു വെച്ചാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചതും കേട്ടാ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അതിൽ കുറച്ചെങ്കിലും പേര് ഡൗട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എന്തിൽ ഇട്ടിട്ടുള്ളൂ? ഡൗട്ട് ക്വസ്റ്റ്യൻസ്, അതായത് ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? 20 + 16 43 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഉണ്ട്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഉണ്ട്. ആ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് 30 മാർക്കില് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒന്ന് അഭിപ്രായം പറഞ്ഞേ. മാത്സിനെ കുറിച്ച് പറ. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? മാത്സിനെ കുറിച്ച് ഒന്ന് അഭിപ്രായം പറയുമോ? മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഇത് മൂന്നിന്നും കൂടി എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? മൂന്നിന്നും കൂടി എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇത് മൂന്നിന്നും കൂടി ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേട്ടാ, മൂന്നിന്നും കൂടി, അതായത് 30 മാർക്ക് ഉള്ളതിൽ മാത്സിൽ നിന്നും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും പകുതി മാർക്ക് മിനിമം ഇട്ടാ പറയുന്നത്. ലെഫ്റ്റ് ആയിക്കോ. 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ 43 + 15 43 + 15 58 മാർക്ക് മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു 50 to 58 മാർക്ക് മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ബാക്കി നമ്മൾ നേരത്തെ ഡൗട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എത്രത്തോളം ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ള നിലയിലായിരിക്കും എന്ത് ചെയ്യുന്ന കുട്ടികളെ നിങ്ങളെ റാങ്ക് ഒക്കെ വരുന്നത്. അതായത് ഒരു ഫിസിക്കലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 55 ഒക്കെ തന്നെയായിരിക്കും മിനിമം മാർക്ക് എന്ന് പറയുന്നത്. മിനിമം മാർക്കാണ് ഞാൻ പറയുന്നത്. വുമൻസിന്റെ കട്ട് ഓഫ് ഒക്കെ WCPയുടെ കട്ട് ഓഫ് ഒക്കെ ഇത്തിരി ഉയർന്നിനെ നിൽക്കും കേട്ടോ. WCPയുടെ കട്ട് ഓഫ് ഒക്കെ ഇത്തിരി ഉയർന്നിനെ നിൽക്കും. കഴിഞ്ഞ തവണ 57 കണ്ടല്ലായിരുന്നു കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നിങ്ങളൊരു 60 പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. മിനിമം കട്ട് ഓഫ് WCPയോ മിനിമം കട്ട് ഓഫ് 60 പ്രതീക്ഷിച്ചാൽ മതി. കാരണം നമ്മൾ ഈ മിനിമം ഇട്ടാ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഇട്ട് പറഞ്ഞപ്പോഴാണ് ഈ 58 ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. മിനിമം അതായത് ഓരോന്നിലും മിനിമം ഇട്ട് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ, GK പോർഷനിൽ മിനിമം ഇട്ട് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൃഷ്ണേന്ദു അങ്ങനെ അത്രേ വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാനൊരു ഇത് പറഞ്ഞതാണ്, മിനിമം എത്രത്തോളം ശരിയാക്കാമായിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, കാരണം പ്രീവിയസും അത് ഇതെല്ലാം വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ വന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, കണക്കൂട്ടി നോക്കുക. പ്രൊഫഷണൽ കീയുടെ വന്നിട്ട് ഇത് ഞാൻ ചെയ്ത ആൻസർ കീ ആണ്. ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാം. പ്രൊഫഷണൽ കീ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, എന്തായാലും 50 to 58 എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. 50 to 58. ഓക്കെ, അതിന് മുകളിലോട്ട് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും കേട്ടോ. കൂട്ടിയൊക്കെ നോക്കുക. പ്രൊഫഷണൽ വന്നിട്ട് നോക്കിയാൽ മതി. പ്രൊഫഷണൽ വന്നിട്ട് നോക്കിയാൽ ചിലപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞതൊക്കെ ചിലപ്പം വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരും. പ്രൊഫഷണൽ കീ തിങ്കളാഴ്ച വരുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉള്ളത് ഞാൻ എന്ത് ചെയ്യിക്കാം, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇന്ന ആൻസർ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കേട്ടോ. ശരി, ഓക്കെ. അപ്പം ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത പരീക്ഷകൾക്ക് തയ്യാറാവുക. അതാണ് വേണ്ടത് കേട്ടോ. അടുത്ത പരീക്ഷ ഏതാണോ അതിന് തയ്യാറാവുക എന്നാണ് വേണ്ടത്. അപ്പം അടുത്ത മാസം നമുക്കിനിയിപ്പം ഏത് പരീക്ഷയുണ്ട്? 10th പ്രിലിംസിനുള്ള ഡേറ്റ് ആവാറായിട്ടുണ്ട്. 10th പ്രിലിംസിനുള്ള ഡേറ്റ്, അതായത് 18-ാം തീയതി 10th പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ പരീക്ഷ അവിടെ കഴിഞ്ഞു. ആൻസർ കീയൊക്കെ മറ്റേതൊക്കെ വന്നോട്ടെ.
കേട്ടാ. നിങ്ങൾ അത് ആലോചിച്ച് ഇനിയിപ്പോൾ 2 ദിവസം ഡിപ്രഷൻ അടിച്ചിരിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക, അങ്ങനെയല്ല. നോ റെസ്റ്റ്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിനെ മുന്നോട്ട് പോവുക. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സീ യു ടുമാറോ. നമുക്ക് നാളെ പകൽ ക്ലാസ് ഉണ്ട്, അപ്പോൾ ആ സമയത്ത് കാണാം. ഓക്കെ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അവരത് എടുത്തരും കേട്ടോ. ഓക്കെ. ഫയർമാൻ ഹാൾ ടിക്കറ്റ് വന്നോ? ഓക്കെ. ഫയർമാൻ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നല്ലൊരു പിടുത്തം തന്നെ പിടിച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണ്. 4-ാം തീയതി ഫയറിൻ്റെ എക്സാം നല്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എക്സാം ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഈ പഠിച്ചത് നിങ്ങൾക്ക് വേക്കൻസിയെ കുറിച്ച് ചിന്തിക്കണ്ട കേട്ടാ. ഈ പഠിച്ചതിൻ്റെ കൂടെ നമ്മൾ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക് കൂടെ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് സെറ്റാക്കി തരാം. ഓക്കെ. ഫയർമാൻ ഓൾറെഡി യൂട്യൂബിൽ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണേ. യൂട്യൂബിൽ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞ എക്സാമിന് മുമ്പ് ഇട്ടതാണ്. കഴിഞ്ഞ എക്സാമിന് അത് ഏകദേശം സെയിം ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ക്ലിയർ.